ഷഡംഗമംഗം വിജ്ഞാനമിന്ദ്രിയണ്യർത്ഥപഞ്ചകം ആത്മാജ സഗുണശ്ചേത ചിന്യം ച ഹൃദി സംസ്കൃതം. ഹൃദയത്തിൽ 6 അംഗങ്ങൾ, 2 കൈകൾ, 2 കാലുകൾ, മധ്യശരീരം, ശിരോഗ്രീവം, ഈ 6 അംഗങ്ങളുടെ വിജ്ഞാനം, ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയ വിഷയങ്ങൾ, ആത്മാ, ത്രിഗുണാത്മികയായ മനസ്സ്, അതിൻ്റെ വിഷയം എല്ലാം ആശ്രിതമായി ഹൃദയ സംസ്കൃതമാണ് മനസ്സ്. ഇതെല്ലാം ഹൃദയപ്രവർത്തനത്തിൻ്റെ ഫലമാണ്. മനസ്സ് ഹൃദയത്തിലാണ്. അത് 6 അംഗങ്ങളുടെ, കൈകൾ, കാലുകൾ, മധ്യശരീരം, ശിരോഗ്രീവമെന്ന 6 അംഗങ്ങളുടെ, ഒപ്പം ഇന്ദ്രിയങ്ങളുടെ, ഇന്ദ്രിയ വിഷയങ്ങളായ ശബ്ദസ്പർശ രൂപരസഗന്ധാദികളുടെ വിജ്ഞാനം ഒക്കെ ആശ്രയിച്ച് മനസ്സ് ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഹൃദയം എന്ന് പറഞ്ഞാൽ കാണാവുന്ന ഹൃദയം, വേറെ ഹൃദയമൊന്നുമല്ല, സ്ഥൂല ഹൃദയം, അതിലാണ് മനസ്സ്. ഇതാണ് ഒരഭിപ്രായം. അതിനെ ആസ്പദമാക്കിയാണ് പര്യായ ശബ്ദങ്ങളിൽ സ്വാന്തം, ഹൃദയം, ഹൃന്മാനസം, മന എന്നൊക്കെ അമരകോശം പറയുന്നു. പര്യായമായി ചിത്തം തു ഹൃദയം, ഹൃന്മാനസം, സ്വാന്തം, ഹൃന്മാനസം, മന. ഹൃദയം എവിടെയോ അതിന് ഉള്ളിലാണ് മനസ്സിൻ്റെ സ്ഥാനം. അവിടെ ഇരുന്നു കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പലതരം നാഡികളെ, ധമനികളെ ഒക്കെ ഉപയോഗിച്ച്. ഇതാണ് ഒരഭിപ്രായം. ഹൃദയം ചേതനാസ്ഥാനമവ്യക്തം ശുശ്രുതദേഹിനാം. അവിടെ മനസ്സ് ചേതനയുടെ സ്ഥാനമെന്ന് പറയപ്പെടുന്നു. ഹൃദയമിതി കൃതവീര്യോ ബുദ്ധർമനസ്സശ്ച സ്ഥാനത്വാത്. സുശ്രുതം ശാരീരം 3:32. മനസ്സ് ഹൃദയത്തിലാണെന്ന് സുശ്രുതനം. കൃതവീര്യ മഹർഷിയുടെ അഭിപ്രായത്തിൽ ശരീരത്തിൽ സർവപ്രഥമമായുണ്ടായത് ഹൃദയമാണ്. അതെന്തുകൊണ്ടെന്നാൽ ബുദ്ധിയുടെയും മനസ്സിൻ്റെയും സ്ഥാനം അതാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്ലല്ല, ഹൃദയം തന്നെ. സുശ്രുതനും കൃതവീര്യനും ഒക്കെ ഹൃദയം. പറഞ്ഞത് കേൾക്കാതിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ തെളിച്ചാണ് പറഞ്ഞത്. സുശ്രുതൻ, ചരകൻ, കൃതവീര്യൻ ഒക്കെ ഹൃദയമാണ് മനസ്സിൻ്റെ സ്ഥാനമെന്നതിൽ വളരെ ഉറച്ചാണ് നിൽക്കുന്നത്. സത്വാദിധാമ ഹൃദയം സ്തനോരകോഷ്ഠമധ്യകം. അഷ്ടാംഗ ഹൃദയം, ശരീരം 4. വാഗ്ഭടനും ഈ അഭിപ്രായമാണ്. സത്വം, മനസ്സ് മുതലായവയുടെ നിവാസസ്ഥാനം ഹൃദയമാണ്. അതിൻ്റെ സ്ഥാനം സ്തനം, ഉരസ്, കോഷ്ഠം എന്നിവയ്ക്ക് മധ്യയാണ്. 3 ബിന്ദുക്കളാണ് വന്നിരിക്കുന്നത്. 2 സ്തനങ്ങൾ, കോഷ്ഠം, സ്തനങ്ങൾ, ശിരസ് ഇവയുടെ മധ്യം, ഉരസ് ഇവയുടെ മധ്യം. അവിടെയാണ് ഹൃദയം ഇരിക്കുന്നത്. അതിനടുത്ത്
നിത്യ അനുബന്ധിതമായിട്ടുള്ള ആത്മാവിൻ്റെ സ്ഥാനവും ഉണ്ടെന്ന് പറയപ്പെടുന്നു. എന്നാൽ ഹൃദയത്തിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് അനേകം അഭിപ്രായങ്ങൾ ഉണ്ട്. കുറച്ച് പണ്ഡിതന്മാർ ശിരകപാലാന്തർഗതമായ മസ്തിഷ്കത്തെ മനസ്സെന്ന് മാനിക്കും. എന്നാൽ വാഗ്ഭടവചനമനുസരിച്ച് മനസ്സ് മാംസപേശി നിർമ്മിതമായ അംഗവിശേഷമാണ്. അത് ഉരപ്രദേശത്താണ്. സുശ്രുതൻ ഹൃദയത്തിൻ്റെ സ്ഥാനം വക്ഷസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഹൃദയത്തിൻ്റെ സ്ഥാനമാണ്. ഹൃദയം എവിടെയാണെന്നുള്ളത് ഓർക്കുക. ഹൃദയസ്യ അധോവാമത പ്ലീഹാ ബുഭുസ ദക്ഷിണതോ യകൃപ്ലീഹാച. സുശ്രുതം ശരീരം 4:31. ഇതിനെ ആധുനിക ശരീരശാസ്ത്രത്തിൽ നിങ്ങൾ പറയുന്ന ഹാർട്ട് തന്നെ. ഇനി ശിരസ്സാണ് മനസ്സിൻ്റെ സ്ഥാനം. അത് ഭേളന്റെ അഭിപ്രായമാണ്. ഭേളൻ ശിരസ്സാണെന്ന് പറയുന്നു. ചരകനും ശിരസ്സാണെന്നൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്. മനസ്സിൻ്റെ ചില പ്രവൃത്തികൾ ശിരസ്സാണ്. പ്രാണപ്രാണാഭൃതാം യത്ര ഗ്രീവ സർവേന്ദ്രിയാണി ച യദുത്തമംഗമംഗാനാം ശിരസ്തദഭിധീയതേ. ചരകം സൂത്രസ്ഥാനം 17-12. അതിൽ പ്രാണൻ, അതായത് വായുവും, പ്രാണാഹ വായവചക്ര, സമസ്ത ഇന്ദ്രിയങ്ങളും ആശ്രിതമാണ്. അതുപോലെ സർവാംഗങ്ങളിലും വെച്ച് ഉത്തമ അംഗവും ശിരസ്സാണ്. ശ്രേഷ്ഠ അംഗം, ഊർധ്വാംഗം, അതിനെ ശിരസ്സെന്ന് പറയുന്നു. ശിരസ് ഇന്ദ്രിയാണി ഇന്ദ്രിയഘ്രാണവഹാനി ച ശ്രോതാംസി സൂര്യമിവ ഗഭരതയ സംശ്രിതാനി. ചരകം സിദ്ധിസ്ഥാനം 9:4 പറയുന്നു. ശിരസിൽ ഇന്ദ്രിയങ്ങളും പ്രാണവഹ സ്രോതസ് സൂര്യനിൽ രശ്മി എന്നതിൻ പ്രകാരം സ്ഥിതമാണ്. സൂര്യനിൽ നിന്ന് രശ്മി വരുന്നത് പോലെ ശിരസിൽ നിന്ന് പ്രാണവഹകളായ സ്രോതസ്സുകൾ ഉണ്ടാകും. സിദ്ധിസ്ഥാനം 9:4. ഇന്ദ്രിയങ്ങൾ ജ്ഞാനത്തിൻ്റെയും കർമ്മത്തിൻ്റെയും സാധനങ്ങളാണ്. ഇവിടെ ഇന്ദ്രിയങ്ങൾ എന്നതുകൊണ്ട് മസ്തിഷ്കഗത ജ്ഞാനത്തിൻ്റെയും ചേഷ്ടയുടെയും കേന്ദ്രങ്ങളുടെ ബോധമാണ്. എന്ന് പറഞ്ഞാൽ ശബ്ദസ്പർശരൂപരസഗന്ധാദികളെ അറിയുന്ന ജ്ഞാനേന്ദ്രിയങ്ങളും ചേഷ്ടകൾ, കൈകാലുകൾ, ഉപസ്ഥം, പായു തുടങ്ങിയ ചേഷ്ടാ അധിഷ്ഠിതങ്ങളായവയും ഇന്ദ്രിയങ്ങൾ എന്നതിൽപ്പെടും. ആധുനിക ശാസ്ത്രത്തിൽ ഇന്ദ്രിയങ്ങളിൽ, സെൻസ് ഓർഗൻസിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ മാത്രമേ ഉള്ളൂ. കർമ്മേന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളല്ല. ഇതോർക്കുകയും വേണം. അപ്പോൾ മസ്തിഷ്കഗത ജ്ഞാനത്തിൻ്റെയും ചേഷ്ടയുടെയും കേന്ദ്രബോധമാണ് അതിലുളവാകുന്നത്. എന്ന് പറഞ്ഞാൽ ആധുനിക ഭാഷയെ ചേർത്ത് പറഞ്ഞാൽ സെൻസറി ആൻഡ് മോട്ടോർ സെൻസസ്, സെൻസറി സെൻറ്റർ ആൻഡ് മോട്ടോർ സെൻറ്റർ, ഇത് രണ്ടും മസ്തിഷ്കത്തിലാണ്. അപ്പോൾ ചരകൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രവൃത്തി മസ്തിഷ്കത്തിൻ്റെ, മനസ്സിൻ്റെ ഈ ഭാഗം മസ്തിഷ്കത്തിൻ്റെ, വികാരം വിചാരം മുതലായ മനസ്സിൻ്റെ പ്രവൃത്തി ഹൃദയത്തിൻ്റെ. അങ്ങനെ വേർതിരിച്ചാണ് അദ്ദേഹം പറയുന്നത്. പ്രാണവഹ സ്രോതസ്സുകളിലാണ് ചേഷ്ട. ഭേളൻ മനസ്സിൻ്റെ സ്ഥാനം ശിരസ്സും ഹൃദയവുമാണെന്ന് മാനിക്കുന്നു. അദ്ദേഹത്തെ അനുസരിച്ച് ശിരസിൻ്റെയും താലുവിൻ്റെയും അണ്ണാക്കിൻ്റെയും ശിരസിൻ്റെയും ഇടയിൽ
സകല ഇന്ദ്രിയങ്ങളിലും ശ്രേഷ്ഠമായ മനസ്സ് സ്ഥിതി ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇത് ഇന്ദ്രിയമാണ്. അവിടെ ഇരുന്നു കൊണ്ട്